ഇമ്മങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ഓളെ ചെയിൻ എടുത്തിട്ടൊന്നുമില്ല ഉമ്മ. എന്താ നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തത്? അന്ന് നിങ്ങൾ എന്നെ കള്ളത്തിയാക്കി, ഇന്ന് നിങ്ങൾ എന്നെ കള്ളത്തിയാക്കണം. ഞാൻ എന്റെ സ്വർണ്ണങ്ങൾ മുഴുവൻ ഓക്ക് കൊടുത്താവാ. ഞാൻ എന്നെ കുറ്റപ്പെടുത്തലും ഒഴിവാക്കിയാ മതി ഉമ്മ. ഞാൻ തരണ്ട ചെയിന്. എനിക്കിപ്പോ ചെയിനൊന്നും വേണ്ട. സമാധാനമായി ഇവിടെ നിന്നാ മതി. അത്ര മാത്രം എനിക്ക് മതി. അല്ലമ്മ, ഞാൻ ആ ചെയിന് കൊടുക്കുമ്പോ കാക്കുനോടൊന്ന് ചോദിക്കണ്ടേ? ഇനിയിപ്പോ കാക്കു വൈകുന്നേരം വന്നാല് ഇങ്ങോട്ട് ചോദിക്കണേ, ആരോട് ചോദിച്ചിട്ടേ കൊടുത്തു എന്നിട്ട് ഇങ്ങോട്ട് കച്ചറുണ്ടാക്കുമ്മ. ഞാൻ കാക്കുനോട് ചോദിച്ചിട്ട് കൊടുത്താ പോരമ്മ. അന്നോടല്ലേ പറഞ്ഞത് ഇജ്ജ് കൂടുതൽ ഇന്നോടൊന്നും പറയണ്ടാന്നേ. പിന്നെ കാക്കനോട് ചോദിക്കണത്. കാക്കാക്ക് അറിയില്ലല്ലോ ഇപ്പൊ പെണ്ണുങ്ങ സ്വഭാവം. ഓ നേരം പോലത്തെ പണിക്കവും വൈകുന്നേരമല്ല ഇങ്ങോട്ട് കയറുന്നത്. അപ്പൊ ഇജ്ജ് ഇങ്ങനെ ഒപ്പിക്കണതൊന്നും ഫോണ് കാണുന്നില്ല. അതുകൊണ്ട് ഇജ്ജ് ബേജാറാവണ്ട. ഓന്റെ പെങ്ങള് ഇവിടെ വന്ന് ഇരിക്കണത് ഓനക്ക് നാണക്കേടാണ്. അതുകൊണ്ടേ ഓനോട് ഞാൻ പറഞ്ഞോണ്ട് ഇജ്ജേ വേഗം ചെല്ല്. എന്നോട് പറഞ്ഞ പണം എടുത്തോ. എന്തൊക്കെയാണ് നിങ്ങൾ എനിക്ക് വെച്ചിട്ടൊന്നും കേൾക്കാതെ. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോൻ്റെ പാർട്ട് 1 ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കണം. എന്നാലേ നിങ്ങൾ കഥ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പുതിയതായിട്ട് വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഏതായാലും വീഡിയോയിലേക്ക് പോകാം. ഏതായാലും നിങ്ങൾ പറഞ്ഞ് നന്നായി. ഏതായാലും ഓള് ചെയിൻ എടുക്കാൻ പോയാലോ. ഏതായാലും എനിക്കിപ്പോ ഇന്റെ പോയാലും ഓളെ ചെയിൻ കിട്ടുമല്ലോ. ഏതായാലും നല്ല മോഡലുമാണ്. ഇന്നൊക്കെ ഇപ്പോഴാണ് നല്ല ബുദ്ധി തോന്നിച്ചത്. ഏതായാലും ഓള് ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. ആ കിട്ടിയ ഞാൻ പോകും. ഓളെ കളി ഇന്റെ തളക്കൂല. എല്ലാം മുതലോള് കാട്ട്. ഓളെ എന്താ ഓള് കണ്ടിക്കണത്? കൊടുത്താലും മനസ്സിലേക്ക് സമാധാനമായിട്ട് ഇവിടെ നിൽക്കാലോ. ഇന്നവളെ എന്താ എന്റെ ചെയിന്റെ മകരെന്താ എന്റെ ചെയിൻ എടുത്തോ. എന്നാലും എനിക്ക് സമാധാനം തന്നാ മതി എന്നല്ലാതെ. ഏതായാലും എനിക്ക് കിട്ടാനുള്ള കിട്ടി. ഇനി ഏതായാലും ഇവിടെ നിക്കണില്ല. ഞാൻ ഇനി പോട്ടെ. ഇനി നേരം പോകും. ആയിക്കോട്ടെ. പക്ഷേ ഇനി ഏതായാലും ഈ ഭാഗത്തേക്ക് ഞാൻ വരുന്നില്ല. സ്വർണ്ണങ്ങളായിട്ട് തന്നെ തീരെ വരുന്നില്ല. എല്ലാത്തൊരു കളത്തി തന്നെയാണ് ഞാൻ പറ്റുള്ളൂ. എന്റെ റബ്ബേ, വലിയൊരു ദുരന്ത ഇങ്ങനാണ്ട് കഴിഞ്ഞു പോയി. പക്ഷേ ഞാൻ ആകെ ബേജാറായി. 5 പവന്റെ ചെയിന് ഞാൻ എവിടുന്ന് ഉണ്ടാക്കി കൊടുക്കാന്നാ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കേന്. ഏതായാലും ഇവള് കൊടുത്തു നന്നായി. എന്റെ റബ്ബേ, വലിയൊരു തലവേദന അണ്ട് ഒഴിഞ്ഞു കിട്ടി. അതിന്റെ റബ്ബേ, അണ്ണാക്കിലും തുള്ളി വെള്ളമില്ലാതായി. എന്നാലും ഓളെ 5 പവന്റെ മാർച്ചിന് ഇപ്പൊ ആരാ കൊണ്ടുപോയത്? ഓളെ ബാഗിത്തെ മുതൽ പിന്നെ ആരെടുക്കാനാണ്? ഇവളെടുക്കണമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല. പിന്നെ ഏത് കള്ളത്തിയാണ് ഇവിടെ ഉള്ളത്? ഏതായാലും ഓരും പഠിച്ചവനും കൂടെ ആയിക്കോളും. എല്ലാപ്പം ഞാൻ എന്താ പറയാ? ഇനിയിപ്പോൾ അത് ആലോചിച്ചിട്ട് തല പൊണ്ണാക്കണ്ട. മനസ്സിൽ തുള്ളി വെള്ളം കുടിക്കണ്ട. പഠിച്ചോനെ, എന്റെ മാല വെച്ചിട്ടുണ്ടല്ലോ പോലെ അൽമാറയില്. അത് ഇനിയിപ്പോൾ എടുക്കാൻ എന്താ കാട്ടുക? ഇനിയിപ്പോൾ ഞാൻ കയറി തപ്പിയിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ എടുത്തുവെച്ചെന്ന് പറയൂ. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. അതപ്പോൾ നടക്കുള്ളൂ. ഇപ്പൊ തപ്പിയിട്ടുണ്ടെങ്കിലേ ഉമ്മയും മരോളും കൂടി ഇന്നെ കളത്തിയേക്കും. ഏതായാലും 5 പവന്റെ ചെയിന് കിട്ടിയല്ലോ. 2 ദിവസം കഴിഞ്ഞാലേ എടുക്കാൻ വരാം. അതും കിട്ടും ഇതും കിട്ടും. ഇതിപ്പോ എന്താ? ഇതെന്താ ചെയിനല്ലേ? ഇതെങ്ങനെ ഈ ബാഗിൽ വന്നേ? ഇപ്പൊ ഞാനിപ്പോ അൽമാറിക്ക് എടുത്തുവെച്ച മുതലല്ല ഇപ്പൊ ഇത്.
ഇതിപ്പോ എങ്ങനെ അൽമാരക്കന്നല്ല വെച്ചത്? അൽമാരക്കന്നെ വെച്ചത്, പിന്നെ ഇതെങ്ങനെ ഈ ബാഗിൽ വന്ന്? ഏതായാലും മണ്ടില്ല. ഇപ്പൊ എന്റെ ചെയിനും കിട്ടി, ഓളെ ചെയിനും കിട്ടിയല്ല, അത് മതി. നമ്മക്കിപ്പോ ഇത് രണ്ടും കിട്ടിയല്ല. ഇനിയിപ്പൊ ആലോചിച്ച് തല പുണ്ണാക്കാൻ നിക്കണ്ട, ഞാൻ പോവാ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവൾ ആ അൽമാരയ്ക്ക് വെച്ച ചെയിന് പിന്നെ എങ്ങനെ അവളെ ബാഗിൽ നിന്ന് തന്നെ കിട്ടിയെന്ന്. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഇതാണ്. പക്ഷേ നാത്തൂനിക്ക് തന്നെ കള്ളത്തിയാക്കാൻ വേണ്ടിയിട്ട് അവൾ ആ ചെയിൻ എടുത്ത് വെച്ചെങ്കിലും ലാസ്റ്റ് ആ ചെയിന് തന്നെ അവളെ ബാഗിൽ നിന്ന് കിട്ടിയത് എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാ കണ്ടു നോക്കൂ. ഏതായാലും അവളെ ഞാൻ കള്ളത്തിയാക്കൂ. ഇന്നോട് അവള് കളിക്കണത് അന്ന് കള്ളത്തിയായില്ലേ ആക്കിയ പോലെ ഇന്നും എന്നെ കളത്തിയാക്കൂടി. എന്നിട്ട് എന്റെ ചെയിന് കാണാനില്ല എന്നിട്ട് എന്റെ ചെയിന് ഞാൻ കൊണ്ടുപോടി. ആരും വരും റബ്ബേ, കണ്ടാലേ ആകെ സ്വയിപ്പോ. ഏതായാലും ഞാൻ അൽമാരിക്ക് വെക്കാം. എന്റെ പെങ്ങൾക്ക് എന്താ ഒരു പരിങ്ങലൊക്കെ ഞങ്ങളെ റൂമില്? ഓളെന്തപ്പ കാട്ടണേ? എന്താ ഇപ്പോൾ കാട്ടണത്? നിന്റെ പെണ്ണുങ്ങളെ അടുത്ത് കള്ളത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പണി ഒപ്പിക്കണല്ലേ? ഏതായാലും ഞാൻ ശരിയാക്കി കൊടുക്കണം. ഏതായാലും ഇത് ഞാൻ കണ്ടെന്നോള് കാണണ്ട, മാറിക്കാം. അച്ഛനത് ഇപ്പൊ എവിടെ വെക്കുക? ഇവിടെ ഇരുന്നോട്ടെ, ഡ്രസ്സിന്റെ അവിടെ ഇരുന്നോട്ടെ. എന്നോടാ കളിക്കണത്? അച്ഛൻ ആരെയും കണ്ട? ഏതായാലും ഇപ്പൊ പോണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ സംശയം വരും. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. എന്നിട്ട് ബൈക്കെത്തിയിട്ട് എൻ്റെ മാല കാണാനില്ല എന്നിട്ട് തിരിച്ച് റിട്ടങ്ങട്ട് തന്നെ വരിക. അതാ നല്ലേ. ഏതായാലും ഓള് ഏതായാലും നല്ല പണി തന്നിട്ടാണ് ഓളിപ്പോ പോകാൻ നിൽക്കണത്. ഏതായാലും ഓള് പൊയ്ക്കണ്. അപ്പൊ ആ പണി തിരിച്ചടി നമ്മൾ കൊടുക്കണ്ടേ? ഏതായാലും ഓള് എന്താ ചെയ്തിക്കണെന്ന് ഒന്ന് പോയി നോക്കട്ടെ റൂമില്. ഇവളെ കൊണ്ട് ഞാനേ എന്തോ ഒരു ഇടങ്ങാറാണ്. ഇവിടെ എന്ത് പണിയാണ് ഇവിടെ ഒപ്പിച്ചിട്ട് റബ്ബേ പഠിച്ചോനെ. എന്റെ പെണ്ണുങ്ങൾക്ക് എല്ലി തന്നെ സ്വസ്ഥതല്ല. ഇതിപ്പോ ഓളെ ചെയ്യണല്ലേ? എന്തിനിപ്പൊ ഞങ്ങൾ അൽമാറി കൊടുന്നിച്ചിരുന്നത്? എടി പെങ്ങളെ, ഇത് ജിന്റെ പെണ്ണുങ്ങളെ അൽമാറി കൊടുന്നിച്ചിട്ട് ജിന്റെ പെണ്ണുങ്ങളെ കള്ളത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു മുതൽ ഇവിടെ കൊടുന്നിച്ചിരുന്നല്ലേ? റബ്ബേ, ഒരു പെങ്ങളുള്ളൂ, ഇവളൊക്കെ എന്താ കാട്ടേണ്ടത്? ഏതായാലും ഈ ഒരു മുതലേ ഓളെ ബാഗിൽ തന്നെ കൊണ്ടാക്കാം. എന്റെ പെണ്ണുങ്ങളെ കള്ളത്തിയാക്കാൻ വേണ്ടിട്ട് ഈ അൽമാരിക്ക് ജീർത്താക്കണ്ട. ഏതായാലും ഇത് ഓളെ ബാഗിൽ കൊണ്ടാക്കാം. പെങ്ങളെ എവിടെയാണ് അപ്പൊ? ഇതന്നല്ലേ ഓളെ ബാഗ്? പോവാൻ വേണ്ടിട്ട് ഇവിടെ തന്നെ വെച്ചതാണ്. ഏതായാലും ഈ ഒരു മുതൽ ഇവിടെ ഇക്കട്ടെ. വല്ലാത്തൊരു സാധനം നീങ്ങുന്നു. മോളെ, പഠിച്ചവനായിട്ട് എന്നെ വെത്തിച്ചതാണ്. അല്ലെങ്കിൽ ഇവിടെ അയ്യപ്പന്മാർക്കുണ്ടാക്കും ഇതിന്. ഏതായാലും എന്റെ പെണ്ണുങ്ങളെ നല്ലൊരു ഭാഗ്യം ഞാൻ കണ്ടോണ്ട്. ഏതായാലും ഇനിയിപ്പോ ഇവിടെ നിൽക്കണ്ട. ഇവിടെ നിന്ന് കഴിഞ്ഞാലേ പലതുണ്ടാവും. അതുകൊണ്ട് ഇപ്പൊ ഇവിടുന്ന് പോവാ. അപ്പൊ എല്ലാ
എല്ലാ മുത്തുമണികൾക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് സത്യത്തിൽ ഒരാളെ ജീവിതത്തിൽ നടന്ന ഒരു കഥ കേട്ടോ. അപ്പൊ ആള് വന്ന് പറഞ്ഞപ്പോ ഞാൻ അതൊരു കഥ ആക്കിയിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചു തന്നതാണ്. നമ്മുടെ സമൂഹത്തിൽ നടന്ന ഒരു കാര്യം ആയത് കൊണ്ടാട്ടോ ഞാൻ ഒരു വീഡിയോന്റെ രൂപത്തിലാക്കി അത് ചെയ്ത് കാണിച്ചു തന്നത്. അത് ഞാൻ തന്നെ 1, 2, 3 വേഷം കെട്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അതിലൊരു ആൺവേഷം ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ കുറെ ചിരിച്ചു പോയി. ഞാൻ തന്നെ വേഷം കെട്ടിയപ്പോ കുറെ ചിരിച്ചു. സത്യം പറഞ്ഞാൽ അതിൽ കുറെ പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ക്ഷമിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതെല്ലാവർക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. സത്യം പറഞ്ഞാൽ ആ ഗോൾഡ് പെങ്ങള് ഒരൽമറയ്ക്ക് എടുത്ത് വെച്ചെങ്കിലും അന്നേരം പറിച്ചൊരു രൂപത്തിലാണ് ആങ്ങളെ വീട്ടിലേക്ക് എത്തിച്ചതും ആങ്ങളെ കണ്ടതും ആങ്ങളെ തിരിച്ച് ഗോൾഡ് അവളെ ബാഗിൽ തന്നെ വെച്ചത് കേട്ടോ. അപ്പൊ സത്യം പറഞ്ഞാല് അന്ന് വലിയൊരു പ്രശ്നമില്ലാതെ അവിടെ കഴിഞ്ഞു പോയി എന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ ആ ഒരു രീതി തന്നെയാണ് ഞാൻ കാണിച്ചു തന്നത്. ഇതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞതുണ്ട്, പക്ഷെ ഞാനത് ഫുള്ള് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റൂല. എന്തായിരുന്നാലും ഒരാളെന്നെ എല്ലാം ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഫുള്ള് അതിൽ ഉൾപ്പെടുത്താൻ പറ്റൂല വിചാരിച്ചിട്ട് ഇതിന്റെ രീതിയിൽ ഞാൻ ആ ഒരു കഥ ഉൾക്കൊള്ളിട്ടുണ്ട് ഞാൻ ഈ ഒരു വീഡിയോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയതായിട്ട് വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പൊ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.